അവർ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പുറത്തിറങ്ങിയത്. അവിടെ ഒരു കുട്ടിപ്പുലിക്കൊപ്പം, ഫ്ലൂറസെന്റ് പുലിക്കൊപ്പം ലെവിനുണ്ട്. ലെവിൻ, എന്താ അവസ്ഥ? ഈ ഒച്ചപ്പാടും ബഹളവും ഒന്നുമല്ല, ആൾക്കൂട്ടമല്ല, പുലിക്കളിയാണ് കാട്ടിത്തരുന്നത് വെളിയന്നൂർ ദേശം. പുലിക്കളി 12 വർഷത്തെ നീണ്ട 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വന്നു എന്ന് പറയുന്നത് പോലെ 6 വർഷമാണ് ഇന്ദുചൂടനെങ്കിൽ 12 വർഷമാണ് വെളിയന്നൂർ ദേശത്തിന്. ആ ആവേശം ഏറ്റെടുത്തുകൊണ്ട് 12 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അവർ വെക്കുന്ന ചുവടുകൾ എണ്ണം പറയേണ്ട ചുവടുകളാണ്. ചേട്ടാ, 12 വർഷത്തിന് ശേഷം വെളിയന്നൂർ ദേശം എത്തുന്നു. എന്താണ് കാണികൾ പ്രതീക്ഷിക്കട്ടെ ഒന്ന് പറഞ്ഞു? കാണികൾക്ക് ഞങ്ങള് നല്ലൊരു സന്തോഷം പകരാൻ വേണ്ടിട്ട് വരുന്നതാണ്. നല്ലത് കപ്പടിക്കും, നമ്മൾ കപ്പടിക്കുന്നു ഞങ്ങള് പ്രതീക്ഷിക്കുന്നില്ല. കാണികളുടെ അംഗീകാരം അതിൽ വലിയ അംഗീകാരം മറ്റൊന്നുമില്ല. പിന്നെ കാണികളുടെ അംഗീകാരമാണ് വലുത്. അത് കാണികളുടെ അംഗീകാരത്തിനപ്പുറത്ത് ഒരു കപ്പുമില്ല. എങ്കിൽ പോലും കപ്പടിച്ചാൽ ഞങ്ങൾ തിരികെ മടങ്ങും എന്നുള്ളത് തന്നെയാണ് വെളിയന്നൂർക്കാർ ഓരോന്നരായി പറയുന്നത്. ഈ പുലിച്ചുവടുകൾ, ഈ കുട്ടിപ്പുലികളെ എണ്ണം പറഞ്ഞ ഓരോരോ കുട്ടിപ്പുലികളെ ഞങ്ങൾ കാട്ടിത്തരുകയാണ്. ഇതിനപ്പുറത്തൊരു ചുവട് വെക്കാൻ മറ്റേത് ദേശങ്ങൾ തൃശ്ശൂരിലുണ്ട് എന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് 1, 2, 3, 4 ഇങ്ങനെ 5 കുട്ടിപ്പുലികൾ ഈ പുലിച്ചുവടുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ച. പുറകിലേക്ക് നോക്കുക, ഘടാഘടിയന്മാരായ എണ്ണം പറഞ്ഞ നൂറുകണക്കിന് പുലികൾ, നൂറുകണക്കിന് എന്ന് ഒരു താളത്തിൽ പറഞ്ഞതാണെങ്കിലും എണ്ണം പറഞ്ഞൊരു 51 പുലികൾ ഇങ്ങനെ പിന്നിൽ നിൽക്കുന്നത് കാണുക. അതിന് പിന്നിൽ മേളക്കാരുണ്ട്, അതിന് പിന്നിൽ നിശ്ചല ദൃശ്യങ്ങളുണ്ട്. ഈ ഫ്ലാഗ് ഓഫ് നടത്തിക്കൊണ്ട് തൃശ്ശൂരിലെ പുലിക്കളിയുടെ ആരംഭം കുറിക്കുന്നത് വെളിയന്നൂരാണെങ്കിൽ ആ 12 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ വന്ന് മത്സരിക്കുന്നത് ഈ തൃശ്ശൂർ നഗരത്തെ കീഴടക്കാനാണ്. കാണികളുടെ അംഗീകാരമാണ് ഒന്നാമതെന്നുള്ളതാണ് വെളിയന്നൂർ ദേശത്തെ ഓരോരുത്തരും പറയുന്നത്. രണ്ടാമതാണ് കപ്പ്. ആ കപ്പ് പിന്നാലെ വരും. ആദ്യം അംഗീകാരം, അതിനുശേഷം കപ്പ് പിന്നാലെ വരും. ഏതായാലും മറ്റ് ദേശങ്ങൾ കൂടി വിവിധ പുലിമടകളിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് വെളിയന്നൂർ ദേശത്തിനൊപ്പമാണ്. ശങ്കരൻകുളങ്ങരയും കുട്ടൻകുളങ്ങരയും വെളിയന്നൂരും അങ്ങനെ ഓരോന്നോരോന്നായി, വിയ്യൂർ ദേശവും അയ്യന്തോൾ ദേശവും അങ്ങനെ ഓരോ ദേശങ്ങൾ ഓരോന്നായി ഇങ്ങനെ പുലിമടകളിൽ നിന്നും പുലികളുമായി പുറത്തേക്ക് ഇറങ്ങി തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു. അല്പസമയത്തിനകം ഫ്ലാഗ് ഓഫ് നടക്കും. അതിനുശേഷം ഈ കാണുന്നതല്ല മത്സരം, കാണാൻ പോകുന്നതാണ് മത്സരം എന്ന് പറയാനുണ്ട്. അതോടൊപ്പം തന്നെ ഒട്ടേറെ അനവധി വെറൈറ്റികളുമായി ഓരോ പുലികളി സംഘങ്ങളും പുറത്തേക്ക് വരുന്നു. ഓരോ പെൺപുലികളും കുട്ടിപ്പുലികളും പുള്ളിപ്പുലികളും ഫ്ലൂറസെന്റ് പുലികളും അടക്കം ഉലക്ക പുലികളും അടക്കം മുന്നോട്ട് വരുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച. തൃശ്ശൂർ നഗരത്തിലെ ഏറ്റവും ആൾക്കൂട്ടം ഏറി വരുന്ന ഒരു കാഴ്ച. പൂരവും പുലിക്കളിയും തൃശ്ശൂരിന്റെ ആവേശമാണ്. ഈ പുലിക്കളി ആവേശത്തിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളികളെ ഈ വെളിയന്നൂർ പുലിക്കളി സംഘാംഗങ്ങൾ ഒന്നാകെ സ്വാഗതം ചെയ്യുന്നു. അല്പസമയങ്ങൾക്കകം തീവാറുന്ന പോരാട്ടത്തിന് തുടക്കമാകും. വിനിൽ, ഓക്കെ, ശക്തന്റെ തട്ടകത്തിൽ പുലികൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മടവിട്ടിറങ്ങിയിരിക്കുന്ന പുലികളെ കാണാൻ 10,000-കണക്കിന് ആളുകളാണ് ശക്തന്റെ തട്ടകത്തിലേക്ക്, തൃശ്ശൂരിലേക്ക്, സ്വരാജ് റൗണ്ടിലേക്ക് ഉൾപ്പെടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. വെളിയന്നൂർ ദേശത്ത് നിന്ന് ലെവിൻ കെ വിജയനും അയ്യന്തോൾ ദേശത്ത് നിന്ന് ലക്ഷ്മി പത്മയും സഹിൻ ആന്റണിയും, ഒപ്പം വിയ്യൂർ ദേശത്ത് നിന്ന് സെയ്ഫ് നിസ അലിയാരും നമുക്കൊപ്പം തുടരും.